മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് വീരാൻകുട്ടി. അടുത്ത കാലത്ത് ഒരുപക്ഷെ നമ്മൾ പലരും പല തവണ വായിച്ചിട്ടുള്ള ഒരു കവിതയാണ് പരീക്ഷ. വീരാൻകുട്ടി മാഷയുടെ കവിത ഞാൻ ആദ്യം വായിച്ചിട്ട് അതിനെ നമ്മുടെ ഒരു അനുരഞ്ജന ഭാഷ്യം നൽകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കവിത ഇങ്ങനെയാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കവിതയാണ്. മഴയത്ത് ഒരില ചൂടി നടന്ന് രണ്ടു പേർ, അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാം? മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു രണ്ടു പേർ, അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് ആർക്കറിയാം? കൂടുതൽ നനഞ്ഞതാരാണെന്ന് നോക്കിയാൽ മതി. കൂടുതൽ നനഞ്ഞതാരാണെന്ന് നോക്കിയാൽ മതി. രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാം? രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാം? അപ്പത്തിൽ ചെറിയ കഷ്ണത്തിനായി തിരയുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി. അപ്പത്തിൽ ചെറിയ പാതിക്കായി തിടുക്കപ്പെടുന്ന വിരലുകൾ ഏതെന്ന് നോക്കിയാൽ മതി. തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു രണ്ടുപേർ, അതിൽ ഏറ്റവും സ്നേഹം ആർക്കെന്ന് എങ്ങനെ അറിയാം? തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു രണ്ടുപേർ, അതിലേറ്റവും സ്നേഹം ആർക്കെന്നറിയാം? അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി. അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി. നാം ഒരു അനുരഞ്ജനപ്പെട്ട സമൂഹമാണ്. നമ്മിൽ ആരാണ് അനുരഞ്ജനപ്പെട്ടിട്ടുള്ളത്? നമ്മളിൽ ആരാണ് കൂടുതലായി അനുരഞ്ജനത്തെ ആത്മാവിലേറ്റിട്ടുള്ളത്? ഒരു പള്ളിയിൽ ആരാണ് കൂടുതൽ നനയുന്നതെന്ന് നോക്കിയാൽ മതി. ഒരു പള്ളിയിൽ ആരാണ് ഏറ്റവും അനുരഞ്ജനപ്പെട്ടവർ? ഒരു ദേവാലയത്തിൽ ഏറ്റവും അധികം നനയുന്നതാരാണെന്ന് നോക്കിയാൽ മതി. അവരാണ് അനുരഞ്ജനപ്പെട്ടവർ. ഒരു ദേവാലയത്തിൽ ഏറ്റവും ചെറിയ സ്ഥാനത്തിനു വേണ്ടിയും ചെറിയ അപ്പത്തിനു വേണ്ടിയും ആരാണോ കാത്തു നിൽക്കുന്നത്, അവരാണ് അനുരഞ്ജനപ്പെട്ടവർ. ഒരിടവകയിൽ ആരാണ് അനുരഞ്ജനപ്പെട്ടവർ? തോറ്റുകൊടുക്കാൻ മടിയില്ലാത്തവരാണ് അനുരഞ്ജനപ്പെട്ടവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം നമ്മെ നോക്കുന്നു. നമുക്കൊരു അതിശയ സമൂഹമാവാൻ കൂടുതൽ നനയാം, കൂടുതൽ ചെറിയ കഷണങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാം, തോൽക്കാം, വീണ്ടും വീണ്ടും തോൽക്കാം. സഹോദരൻ ജയിക്കുന്നതിനേക്കാൾ വലിയ മറ്റെന്താനന്ദമാണുള്ളത്? We are a reconciled community and we are called to reconcile.